സ്വാമി രവി വന്നില്ലേ? പവിത്രൻ രവി അന്വേഷിച്ച് പോയിരിക്കുകയാണ്. വരും, നീ വേഗം ചെല്ലേ. ഞാൻ നാണിക്കത്തൊന്നുമില്ല. റോസ്മേരി, ഞാൻ തങ്കമണി. ഒരു നിമിഷം. ഈ ഇടവകയിലെ വെള്ളന്നൂർ എബ്രഹാം ജോർജിന്റെ മകൾ ഈ റോസ്മേരി ജോർജിനെ ഭാര്യയായി സ്വീകരിക്കാൻ തിരുവല്ല വാഴപ്പള്ളി ഇടവകയിലെ പേനിക്കാട്ട് നൈനാൻ കോശി മകൻ മാത്യു നൈനാൻ കോശി എന്ന നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്. തിരുവല്ല വാഴപ്പള്ളി ഇടവകയിലെ പേനിക്കാട് നൈനാൻ കോശി മകൻ ഈ മാത്യു നൈനാൻ കോശിയെ ഭർത്താവായി സ്വീകരിക്കാൻ വെള്ളന്നൂർ എബ്രഹാം ജോർജിന്റെ മകളായ റോസ്മേരി ജോർജ് എന്ന നിനക്ക് സമ്മതമാണോ? സമ്മതമല്ല. നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി. സ്നേഹം നടിച്ച് എത്രയോ പെൺകുട്ടികളെ നിങ്ങൾ വഞ്ചിച്ചിട്ടില്ലേ? കണ്ണീര് കുടിപ്പിച്ചിട്ടില്ലേ? ഒരു ബ്രാഹ്മണ കുടുംബം നിങ്ങൾ കാരണം തകർന്നില്ലേ? അങ്ങനെയുള്ള ഒരുത്തിന് കെട്ടാൻ ഞാൻ കഴുത്ത് നീട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? അതെ, ഇവൾ പറഞ്ഞതെല്ലാം സത്യമാണ്. ഒരുപാട് പെൺകുട്ടികളെ ഞാൻ വഞ്ചിച്ചിട്ടുണ്ട്, കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കാരണം ഒരു കുടുംബം തകർന്നിട്ടുണ്ട്. എല്ലാം ശരിയാണ്. പക്ഷെ ഒന്നും ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. എന്റെ അറിവില്ലായ്മ കൊണ്ടാകാം. എവിടേക്കോ എന്റെ ചുവടുകൾ പഴച്ചുപോയി. റോസ്മേരി, മാപ്പ് ചോദിക്കാൻ അർഹതയുള്ള തെറ്റല്ല ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ മനസ്സ് തുറന്ന്, ഉള്ളു തുറന്ന് ഞാൻ സ്നേഹിച്ചത് റോസ്മേരിയെ മാത്രമാണ്. എന്നെ വിശ്വസിക്കൂ, പ്ലീസ്. നിങ്ങൾ ആരും പിരിഞ്ഞു പോകരുത്. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. നിങ്ങൾ ആരും പിരിഞ്ഞു പോകരുത്. തോമസ്, തങ്കച്ച, അല്ല എല്ലാരും മൂർത്തി, ഞാൻ ഞാൻ മൂർത്തി, മാത്യുവിന്റെ സുഹൃത്താണ്. പിന്നെ റോസ്മേരി ഒന്നുകൂടെ ചിന്തിക്കണം. മാത്യുവിന് ഇത്ര ക്രൂരമായ ശിക്ഷ നൽകണോ? മാത്യു പാവാണ്. എടി, പെണ്ണുങ്ങൾക്ക് ഇത്ര അഹമ്മതി പാടില്ല. നീ എന്തു ഭാവിച്ചാ? അവൻ എന്ത് തെറ്റാ ചെയ്തു നിന്നോട്? ചെറുപ്പക്കാരാകുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നിന്റെ വല്യപ്പനുണ്ടല്ലോ, 2 പെണ്ണുങ്ങളെ കെട്ടിയതിന് ശേഷം എന്നെ കെട്ടിയെടുത്തത്. അറിയാമോ നിനക്ക്? എടീ, ഇത് പിള്ളേര് കളിയല്ല. ഇനി എന്ത് വേണമെന്നുള്ളത് നീ തീരുമാനിച്ചു. നീ എന്നെ കല്യാണത്തിന് വിളിച്ചില്ലെങ്കിലും ഞാൻ വരില്ലെന്ന് കരുതിയ. നീ പറയാറുള്ളത് സത്യമാണെന്ന് ഇന്നെനിക്ക് മനസ്സിലായി.
എത്രയോ പെൺകുട്ടികളെ ഞാൻ തള്ളി പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഇന്നൊരു പെണ്ണ് എന്നെ തള്ളി പറഞ്ഞപ്പോഴാണ് അതിന്റെ വേദന എനിക്ക് മനസ്സിലായത്. റോസ്മേരിക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. എന്നെങ്കിലും നീ ഇതെല്ലാം മനസ്സിലാക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. അത് ഇത്തരത്തിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഒരു കണക്കിന് ഞാനിതിനെല്ലാം അർഹനാണ്. പക്ഷെ രവി, അശ്വതി പാവമാണ്. നീ അവളെ കല്യാണം കഴിക്കണം. കല്യാണം അതിനി ഉണ്ടാവില്ല രവി. ഞാൻ പറയുന്നത്, എടാ, ഞങ്ങളുടെ കല്യാണം കുട്ടിക്കാലത്തെ നടന്നു കഴിഞ്ഞു, അല്ലേ അശ്വതി? അശ്വതി എന്നെ മനസ്സിലാക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. നീ വാ. Wrong number. ഡാടാ, ഇത് പബ്ലിക് റോഡാണ്, ബെഡ്റൂം അല്ല. മതിയടാ, വന്ന് വണ്ടി കയറ്. മൂന്ന് ദിവസം വീഴ്ത്തരാം, പറ്റുണ്ടോ? അയ്യോ ഗുരുവായൂരപ്പ, റോസ്മേരി കാറിലുണ്ട്.